സുഹൃത്തുക്കളെ, നമസ്കാരം. ഈ വീഡിയോ ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ്. അതായത് ശബരിമല ഇഷ്യൂ പരമാവധി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും LDF സർക്കാരിനെയും തകർക്കാനായിട്ട് എങ്ങനെയാണ് ഉപയോഗിച്ചത് എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് കോൺഗ്രസും BJP. അതിൻ്റെ അവസാനത്തെ അനുഭവമായിട്ട് നമുക്ക് ഇപ്പോൾ ശബരിമല ഇഷ്യൂ സുപ്രീം കോടതി കേൾക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുന്നു. അതിന് ഈ സമയം എടുത്തത് തന്നെ ഒരു വലിയ പരിധിവരെ LDFന് താറടിക്കാനും LDFനെ ഇല്ലാതാക്കാനും ആണെന്ന് സാധാരണ രാഷ്ട്രീയ ബോധമുള്ള ആൾക്കാർ ചിന്തിച്ചാൽ മനസ്സിലാവും. എന്തായാലും അതിന് യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായി നാം വിശകലനം ചെയ്യുകയും ശാസ്ത്രീയമായി അതിന് പ്രതികരിക്കുകയും ചെയ്താൽ 100% അത് പൂർണ്ണമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ, മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ എത്രയോ വർഷങ്ങളായിട്ട് എതിർകക്ഷികൾ, അല്ലെങ്കിൽ മുതലാളിത്തമായിക്കോട്ടെ, ഫ്യൂഡലിസം ആയിക്കോട്ടെ, മതനേതൃത്വമായിക്കോട്ടെ, എല്ലാവരും പരമാവധി ആരോപിച്ചിരുന്ന ഒരു പ്രധാന പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ അവർക്ക് ദൈവമില്ല. വേറൊന്നും പറയാനില്ലാത്തതുകൊണ്ട്. കാരണം ആധുനിക മനുഷ്യ സമൂഹത്തിൻ്റെ വികാസത്തോടു കൂടി, ഫ്രഞ്ച് വിപ്ലവത്തോടു കൂടി തന്നെ സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം എന്നതിനെ നേരിട്ട് എതിർക്കാൻ കഴിയില്ല. ഈ സമത്വം എന്നതിൻ്റെ ഒരു ബാക്കിപത്രമാണ് യഥാർത്ഥത്തിൽ സോഷ്യലിസം. ഈ സോഷ്യലിസത്തെ നേരിട്ട് എതിർക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവർ ഈ സോഷ്യലിസത്തിൽ വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കൊക്കെ ഏറ്റവും അപകടമുള്ള കാര്യം അവർക്ക് ദൈവമില്ല എന്ന് പറയല. ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ട്രംപിൻ്റെ സെക്കൻഡായിട്ടുള്ള മാർക്ക് റൂബിയോ. ഗോഡ്ലെസ് കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് ചൈനയെ തകർക്കണം എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഗോഡ്ലെസ് ആണ് എന്ന് പറയുന്നതോടുകൂടി ഗോഡിൽ വിശ്വസിക്കുന്നവരെ, അല്ലെങ്കിൽ ദൈവവിശ്വാസികളൊക്കെ അവരുടെ കൂട്ടത്തിൽ കൂട്ടാൻ കഴിയും എന്ന ഒരു ബോധ്യമാണ് അവരെ പൂർണ്ണമായും ഈ കമ്മ്യൂണിസം ഗോഡ്ലെസ് ആണ് എന്ന് പറയാനുള്ള കാരണം. അത് പൂർണ്ണമായും അങ്ങനെയാണെങ്കിൽ പോലും അതിന് ഒരു വലിയ പരിധിവരെ ആദ്യകാല കമ്മ്യൂണിസ്റ്റുകൾ, പ്രത്യേകിച്ച് ന്യൂട്ടോണിയൻ ഫിസിക്സ് സ്വാംശീകരിച്ച കമ്മ്യൂണിസ്റ്റുകളൊക്കെ തന്നെ ഈ കേവല യുക്തിവാദം, കേവലമായ ഒരു യുക്തിവാദത്തെ അംഗീകരിച്ചിരുന്നവർ. അതുകൊണ്ട് തന്നെ അക്കാലത്ത് ഈ മതവിശ്വാസമോ ദൈവവിശ്വാസമോ ഉള്ളവരൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗങ്ങളാവാൻ തന്നെ പാടില്ല എന്ന ഒരു ധാരണയുണ്ടായിരുന്നു, എന്ന ഒരു നിയമം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഈ 20ാം നൂറ്റാണ്ടോടുകൂടി ഉണ്ടായ ശാസ്ത്രത്തിൻ്റെ വികാസം, അഭൂതപൂർവമായ
വികാസം അല്ലെങ്കിൽ പാരഡിഗം ഷിഫ്റ്റ് മൂലമുണ്ടായ പുതിയ ശാസ്ത്രയുഗത്തിൽ അതിന് യാതൊരു പ്രസക്തിയില്ലാതായി. അതാണ് യഥാർത്ഥത്തിൽ സാമാന്യ ആപേക്ഷികത എന്നും അല്ലെങ്കിൽ ക്വാണ്ടം സിദ്ധാന്തം എന്നും പറയുന്ന ഒരു സാധാരണ ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ലോകം, അതായത് സൂക്ഷ്മ പ്രപഞ്ചം അല്ലെങ്കിൽ സ്ഥൂല പ്രപഞ്ചം. ഇവിടെ രണ്ടിടത്തും പ്രപഞ്ചത്തിൽ ഒന്നായിട്ട് തന്നെ ആകെ നോക്കുമ്പോൾ കാണുന്ന ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ എല്ലാം മാറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മാറ്റം അല്ലെങ്കിൽ സമയം, മാറ്റത്തിൻ്റെ യൂണിറ്റാണ് സമയം. ഈ മാറ്റമില്ലാത്ത ഒരു സ്ഥലമില്ല. പ്രപഞ്ചം എന്നത് മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതാണ് ഈ ആപേക്ഷിക സിദ്ധാന്തത്തിന് 4 ഡയമെൻഷണൽ സ്പേസ് എന്നാണ് പറയുന്നത്. അതായത് അതിന് മുമ്പുണ്ടായിരുന്ന ന്യൂട്ടോണിയൻ ഫിസിക്സിൽ നീളം, വീതി, ഉയരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 3 ഡയമെൻഷണൽ സ്പേസാണ്. അതിലേതെങ്കിലും ഒരു ഡയമെൻഷൻ അല്ലെങ്കിൽ ആ വസ്തു ഇല്ല, ഉണ്ടാവാൻ സാധ്യമല്ല. നേരെ മറിച്ച് ഈ ആപേക്ഷിക സിദ്ധാന്തത്തോടു കൂടി 4 ഡയമെൻഷനായ സ്പേസ്, അതായത് നീളം, വീതിയും ഉയരം മാത്രം പോരാ, അതിൽ മാറ്റം കൂടി വേണം. മാറ്റമില്ലെങ്കിൽ ആ വസ്തു ഇല്ല എന്ന നിലയിലായി എന്നർത്ഥം. ഇതുകൊണ്ടുണ്ടായ മാറ്റം യഥാർത്ഥത്തിൽ ഇപ്പോഴും സാമൂഹ്യ തലത്തിൽ ആയിട്ടില്ല, ഈ തത്വശാസ്ത്ര തലത്തിൽ ആയിട്ടില്ല. അത് കമ്മ്യൂണിസ്റ്റുകാർ സ്വീകരിക്കുന്നതോടുകൂടി, സംശീകരിക്കുന്നതോടുകൂടി അതാവുന്നതാണ് ഞാൻ പറയുന്നത്. കാരണം ഈ സാമൂഹ്യ ബന്ധങ്ങൾക്കൊക്കെ കാരണം ഉൽപാദന ഉപകരണങ്ങളാണെന്നാണ് വെപ്പ്, അല്ലെങ്കിൽ അതാണ് മാർക്സിൻ്റെ തിയറിയുടെ കാതൽ. ഈ ഉൽപാദന ഉപകരണങ്ങൾ എന്നൊന്നും പറയേണ്ടതില്ല, ഉപകരണങ്ങളാണെന്ന് പറഞ്ഞാൽ മതി. ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ ഏതൊക്കെ ഉപകരണങ്ങളുണ്ടോ ആ ഉപകരണങ്ങളൊക്കെ തന്നെ അങ്ങനെയാണ്. ആ ഉപകരണങ്ങളിൽ ഭൗതികമായ ഉപകരണങ്ങളുണ്ട്. ഇപ്പോൾ പേന ഭൗതികമായ ഒരു ഉപകരണം. നേരെ മറിച്ച് 5 അതൊരു സംഖ്യയാണ്, അതൊരാശയമാണ്. അല്ലെങ്കിൽ 0 ഇല്ലാത്ത ഒരു സംഖ്യക്കുള്ള അടയാളം മാത്രമാണ്. അല്ലെങ്കിൽ ദൈവം, പിശാച്ച്, പ്രേതം, ഇതൊക്കെ തന്നെ ഉപകരണങ്ങളാണ്. ഓരോ കാലഘട്ടത്ത് ആ കാലത്തെ പ്രത്യേകം മനസ്സിലാക്കണം, ആ കാലത്തെ എന്തോ ധർമ്മം അല്ലെങ്കിൽ ഫങ്ഷൻ പാലിക്കാനായിട്ട്, ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ മാത്രമാണ്. പൂജ്യമാണെങ്കിലും സംഖ്യയാണെങ്കിലും ദൈവമാണെങ്കിലും. അങ്ങനെ നാം മനസ്സിലാക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ദൈവവിശ്വാസത്തെ ഉള്ള ആൾക്കാരെ പിന്നെ നിരോധിക്കേണ്ട കാര്യമില്ല. കാരണം 0 ഇല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. 0 ഇല്ല എന്നത് വിശ്വസിച്ചാലേ അവന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാകുവാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? 0 ഇല്ലല്ലോ. മാത്രമല്ല അതൊരു ഉപകരണമാണ്, മനുഷ്യനിർമ്മിതമായ മാനസികമായ ഒരു ഉപകരണമാണ് ഇതെന്നർത്ഥം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ഉപകരണങ്ങളുടെ കാര്യത്തിൽ നമ്മൾ അതിൻ്റെ ആ പരിണാമം എടുത്ത് നോക്കിയാൽ ഈ ഭൗതിക ഉപകരണങ്ങൾ വളരെ വളരെ കൂടുതലുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ തുടക്കം. പക്ഷേ ഈ ഭൗതിക ഉപകരണങ്ങൾ ഒന്ന് നമ്മുടെ ഭാഷയാണ്. ഈ ഭാഷ കൊണ്ടുണ്ടായ ഗുണം എന്താ? നമുക്ക് ഇല്ലാത്ത കാര്യങ്ങളും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ
വിതരണം ചെയ്യാനായി. അതായത് യഥാർത്ഥത്തിൽ ഈ ഭാഷ എന്ന വസ്തുവോടുകൂടി മനുഷ്യന് ഒരു ഇല്ലാത്ത പ്രപഞ്ചം, ആത്മീയ പ്രപഞ്ചം, ഭൗതികമല്ലാത്ത പ്രപഞ്ചം, അഭൗതിക പ്രപഞ്ചം തന്നെ സ്വായത്തമാക്കാൻ ഈ ഭാഷ അവനെ സഹായിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ഈ ഭാഷ വന്നതോടുകൂടി തന്നെ അവൻ്റെ സ്വന്തമായ ഒരു പ്രപഞ്ചം തന്നെ ഉണ്ടാക്കി. അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മാനസിക പ്രപഞ്ചം. ഇതിന് കാരണം നമ്മളെ ഈ ഭാഷയാണ്. ഈ ഭാഷ എന്ന് പറഞ്ഞാൽ സിംബോളിക് ഇൻട്രാക്ഷൻ, അല്ലെങ്കിൽ പ്രതീകങ്ങളുടെ വിനിമയം. പ്രതീകങ്ങൾ മാത്രമാണ് വിനിമയം ചെയ്യേണ്ടതുള്ളൂ. ഇത് കാരണം നമുക്ക് ഇല്ലാത്ത വസ്തുക്കൾ വിതരണം ചെയ്യാൻ, അതായത് നുണ പറയാൻ കഴിവുള്ള ഏക ജന്തുവായി മനുഷ്യൻ മാറി. മാത്രമല്ല, ദൈവത്തെ പോലും തോൽപ്പിക്കാൻ, സർവശക്തനായ ദൈവത്തെ പോലും തോൽപ്പിക്കാനുള്ള ഒരു ഏരിയ നമുക്കുണ്ടായി. എന്താണത്? സാങ്കല്പിക ലോകം. ദൈവത്തിന് നുണ പറയാൻ അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ നമ്മൾ ന്യൂട്ടോണിയൻ ഫിസിക്സിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്താ വെച്ചാൽ, മാറ്റം ഉണ്ട്. അത് പ്രപഞ്ചത്തിലൊക്കെ അത്യാവശ്യമാണ്. പക്ഷെ മാറ്റം ഒരിക്കലും പ്രപഞ്ചത്തിൻ്റെ ഉള്ളിലുള്ള, എക്സ്റ്റേണലാണ് എന്ന ഒരു ധാരണയാണ് അന്നുണ്ടായിരുന്നത്. അതായത് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ എടുത്ത് നോക്ക്. ഏതൊരു വസ്തുവും അത് ചലനത്തിലാണെങ്കിലും സ്ഥിരമായി നിൽക്കുകയാണെങ്കിലും അതിന് പുറന്ന് എക്സ്റ്റേണലായിട്ടുള്ള ഒരു ഫോഴ്സിൻ്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സാന്നിധ്യമില്ലാതെ അതിന് മാറ്റം വരില്ല. അത് ആ സ്റ്റേറ്റിൽ തന്നെ തുടരും എന്നാണ്. അതിൽ പറഞ്ഞ അത് 100% നമ്മളെ 20-ാം നൂറ്റാണ്ടിലെ ആപേക്ഷിക സിദ്ധാന്തത്തിൽ എത്തുമ്പോൾ അതിൽ ചെറിയൊരു അപാകത ഉണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി വികസിക്കുന്നുണ്ട്. അതിൽ പകുതി നുണയാണ്, അല്ലെങ്കിൽ പകുതി വേണ്ടാത്തതാണ്. എന്താണ്? ഒരു വസ്തു കണ്ടിന്യൂ ഇറ്റ്സ് മോഷൻ, അല്ലെങ്കിൽ അവയുടെ ചലനം അല്ലെങ്കിൽ മാറ്റം തുടർന്നുകൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ റെസ്റ്റിലാണ്. റെസ്റ്റിലോ അല്ലെങ്കിൽ മോഷനിലോ ആണെങ്കിൽ, അപ്പോൾ റെസ്റ്റിൽ തന്നെ സംഭവമില്ല. അതാണ് ആപേക്ഷിക സിദ്ധാന്തം പറയുന്നത്. അതായത് റെസ്റ്റ് എന്ന് പറയുന്ന സാധനം ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിൽ റെസ്റ്റ് ഒരിക്കലും സാധ്യമല്ല. ഒക്കെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അത് എല്ലായിടത്തും നിങ്ങൾ നോക്കിയാൽ മതി. എവിടെയും മാറ്റം, സ്ഥൂലമായ പ്രപഞ്ചത്തിലും പിന്നെ സൂക്ഷ്മ പ്രപഞ്ചത്തിലും ഒക്കെ മാറും. ഇപ്പോൾ ഈ സൗരയൂഥം മാറിക്കൊണ്ടിരിക്കുന്നു, ഈ ഇലക്ട്രോൺ മാറിക്കൊണ്ടിരിക്കുന്നു, ആറ്റത്തിനകത്താണെങ്കിൽ മാറ്റങ്ങളുണ്ട്. ഈ മാറ്റം എന്നത് പൊതുവായിട്ടുള്ള ഒന്ന് തന്നെയാണ്. അതായത് ഏതൊരു മാറ്ററും, ഈ മാറ്റമില്ലാത്ത ഒരു മാറ്ററും ഇല്ല. മാറ്റം എന്നത് അതേപോലെ പിന്നെ അതിനകത്തുള്ള ഒരു സബ് ക്ലോസ് ആണ് ജീവൻ. ജീവൻ എന്നതും ഇപ്പോൾ നിങ്ങൾക്ക് മാറിക്കൊണ്ടേയിരിക്കുമ്പോഴേ ജീവനുണ്ട്, അല്ലെങ്കിൽ ജീവൻ ഉണ്ട് എന്ന് പറയാൻ കുറച്ച് പ്രയാസം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു വിത്ത് എടുത്തിട്ട്, ഒരു ചക്കക്കുരു എടുത്തിട്ട് നമ്മൾ മണ്ണിലിടുന്നു. അതിന് അനുയോജ്യമായ ഈർപ്പവും വായുവും കൊടുക്കുന്നു. അത് സ്വയം കിളിർത്ത് ചെടിയായി, പിന്നെ ചെറിയ തൈയായി, പിന്നെ വലിയ മാവായി, വലിയ പ്ലാവായി, പിന്നെ ചക്കക്കുരു തരുന്നു. ഇങ്ങനെ അത് ഒരു മാറ്റം അതിനുണ്ട്. ഈ മാറ്റം എന്ന് പറഞ്ഞുള്ള പ്രത്യേകത, ഈ എല്ലാ മാറ്റങ്ങളുടെയും പ്രത്യേകത
അതൊക്കെ സദിശമാണ്. അതായത് കൃത്യമായും കണിശമായും വ്യവസ്ഥാപിതമായും ഉള്ള ഒരു മാറ്റമാണ് പ്രപഞ്ചത്തിൽ ഒന്നായിട്ട് കാണുന്നത്. അല്ലാതെ തിരിച്ചുള്ളൊരു മാറ്റം ഒരിക്കലും. അതായത് വലിയൊരു പ്ലാവ് തിരിച്ച് ചക്കക്കുരു ആവില്ല. ഈ മാറ്റം എന്നത് ഉള്ള പ്രത്യേകത അതാണ്. അടുത്തതായിട്ടാണ് സമൂഹത്തിലുള്ള മാറ്റങ്ങൾ. സമൂഹത്തിലുള്ള മാറ്റങ്ങൾക്കാണ് ഈ നമ്മൾ പറഞ്ഞ ഈ ഉപകരണങ്ങൾ, മനുഷ്യ സമൂഹം മാത്രമേ ഇങ്ങനെ ഉപകരണങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഉപകരണങ്ങൾ ഉണ്ടാക്കിയതോടുകൂടി അവനും അവൻ്റേതായ ഉപകരണങ്ങളുടേതായ ഒരു മാറ്റത്തിന് അവൻ നാന്ദി കുറിച്ചു. അതിൽപ്പെട്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഭാഷ. അതേപോലെ മാനസിക ഉപകരണങ്ങൾ, ഭൗതിക ഉപകരണങ്ങൾ. അതായത് ഭൗതിക ഉപകരണങ്ങൾ നിങ്ങൾക്കറിയാം, കത്തി, തോക്ക്, റോക്കറ്റ്, വിമാനം, റോബോട്ട്, ഇതൊക്കെ ഭൗതിക ഉപകരണങ്ങളാണ്. നേരെ മറിച്ച് പൂജ്യം, സംഖ്യ, ദൈവം, ഭരണഘടന, ന്യായം, നീതി, ഇതൊക്കെ കോടതി, ഇതൊക്കെ യഥാർത്ഥത്തിൽ കോടതിയല്ല കേട്ടോ, ഇതൊക്കെ മാനസിക ഉപകരണങ്ങളാണ്. ഈ മാനസിക ഉപകരണങ്ങളിൽ നമ്മൾ മനുഷ്യൻ്റെ യഥാർത്ഥത്തിൽ ഈ സോഷ്യൽ ചേഞ്ചിനെ കുറിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ ശബരിമലയൊക്കെ സോഷ്യൽ ചേഞ്ചാണ്. ഈ സാമൂഹ്യ ഉപകരണങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം. നമുക്കറിയാം ഈ സാമൂഹ്യ ഉപകരണങ്ങൾ, ഈ മാർക്സാണ് അതിനെക്കുറിച്ചിട്ട് ഈ ഉപകരണങ്ങളും സമൂഹവും സാമൂഹ്യ ബന്ധങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചിട്ട് ആദ്യം സൂചിപ്പിച്ചത്. അദ്ദേഹം സൂചിപ്പിച്ചത് സാമൂഹ്യ ബന്ധങ്ങൾക്ക് അടിത്തറയായത് ഉൽപാദന ഉപകരണങ്ങളാണ്. ഇത് അദ്ദേഹം ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായതുകൊണ്ട് സാമ്പത്തികമായ ഭാഷയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അങ്ങനെ പറയേണ്ടതുണ്ടായിരുന്നില്ല. ഉപകരണങ്ങളാണ് സാമൂഹ്യ ജീവിതം നിശ്ചയിക്കുന്നത്, അല്ലെങ്കിൽ അടിത്തറ എന്ന് പറഞ്ഞാൽ മതി. അതായത് എല്ലാ ഓരോ ഉപകരണങ്ങളും നമ്മളെ ജീവിതക്രമങ്ങളെ, ജീവിത രീതിയെ മാറ്റിക്കൊണ്ടേയിരിക്കും. തീ കണ്ടുപിടിച്ചതോടുകൂടി നമ്മൾ ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാൻ തുടങ്ങി. രാസവസ്തുക്കൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി രാസവസ്തുക്കൾ ഉപയോഗിച്ച് നമ്മൾ ഭക്ഷണക്രമത്തിൽ ഇങ്ങനെ എല്ലാ ഉപകരണങ്ങളും ഒരു വലിയ പരിധിയിൽ, ചെറിയ പരിധിയിലോ വലിയ പരിധിയിലോ നമ്മളെ ജീവിതക്രമത്തെ മാറ്റും. അപ്പോൾ അതിൻ്റെ ഉദാഹരണമാണ് നമ്മളെ മൊബൈൽ. ഈ മൊബൈൽ വന്നതോടുകൂടി അതുവരെ ഉണ്ടായിരുന്ന അവസ്ഥയല്ല ഇപ്പോൾ, ആകെ മാറ്റം. ഇതേപോലെ ഈ അതേപോലുള്ള ഒരു ഉപകരണത്തിൻ്റെ അവസ്ഥയാണ് ഈ ഉപകരണമാണ് ഈ ആപേക്ഷിക സിദ്ധാന്തം. ഈ ആപേക്ഷിക സിദ്ധാന്തത്തോടു കൂടി ഉണ്ടായ എന്താ വെച്ചാൽ അന്ന് വരെ ഉണ്ടായിരുന്ന സമവാക്യങ്ങളെ ഒന്നായിട്ട് മാറ്റി. അതായത് അന്ന് വരെ ഈ രണ്ട് പേര് തമ്മിൽ വിരോധം അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് തീർക്കാനുള്ള രീതി ഉണ്ടായിരുന്നു. അതായത് യുദ്ധം ചെയ്യുക, അല്ലെങ്കിൽ ആർക്കാണോ ശക്തി കൂടുതൽ അവരാണ് വിജയിക്കുക, അതാണ് ജയിക്കുക. അങ്ങനെ ആയിരുന്നു എത്രയോ കാലമായിട്ട്. ബ്രൂട്ട് ഫോഴ്സിനായിരുന്നു അപ്രമാദിത്യം. അത് അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരുന്നു. പക്ഷേ ഈ 20-ാം നൂറ്റാണ്ടോടുകൂടി വന്ന ആപേക്ഷിക സിദ്ധാന്തം അത് വലിയൊരു ഫോഴ്സ് ഉണ്ടാക്കി. അത് ആറ്റമിക് എനർജി അല്ലെങ്കിൽ ആറ്റമിക ശക്തി,
ഈ ആറ്റമിക ശക്തി എന്നാണ്, ഇപ്പോൾ നിങ്ങൾക്കറിയാലോ E=mc² എന്നാണ്. അതായത് ശക്തി എന്ന് പറഞ്ഞത് വെറും ശക്തി മാത്രമല്ല, ഇവിടെ കാണുന്ന മാറ്ററും ശക്തിയും ഒക്കെ ഒന്ന് തന്നെയാണ് എന്ന ആ അവസ്ഥയിലേക്ക് വന്നു. മാത്രമല്ല ഈ നിയമം പ്രാവർത്തികമാണെന്നും തെളിയിച്ചത് രണ്ടാം ലോകമഹായുദ്ധത്തിൽ ആറ്റം ബോംബ് വീണപ്പോഴാണ്. അതോടുകൂടി ഒരു കുഴപ്പമുണ്ടായി. എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ ശക്തി അല്ലെങ്കിൽ പവർ നശിപ്പിക്കാനുള്ള കഴിവുണ്ടായെങ്കിലും അത് രണ്ട് കൂട്ടർക്കുണ്ടായതോടുകൂടി അപകടം മണത്തു. അതോടുകൂടി ഭൗതികമായ യുദ്ധത്തിന് ഒരു വലിയ പരിധിവരെ കുറവ് വന്നു. പിന്നെ അതിലേതെങ്കിലും ഒന്ന് തകർത്ത്, അല്ലെങ്കിൽ ഒരു ചേരിയുള്ള സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷമാണ് പിന്നീട് വലിയ യുദ്ധങ്ങൾ തന്നെ നടന്നത്. ഇപ്പോൾ ഇറാഖിൽ, ഇറാനിൽ മറ്റൊക്കെ തന്നെ യുദ്ധങ്ങൾ നടന്നെങ്കിൽ പോലും അതിന് ഒരു പ്രധാന കാരണം ഇപ്പുറത്തെ ആളില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ടായിരുന്നു. ഞാൻ പറഞ്ഞു തന്നതൊന്നുമല്ല. എന്തായാലും ഇതോടുകൂടി ഈ ബ്രൂട്ട് ഫോഴ്സ് കൊണ്ട് നമുക്കിനി, അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് വെപ്പൺസ് കൊണ്ട് ഇനി നമുക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്നൊരു അവസ്ഥയിലേക്ക് വന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്കയൊക്കെ എന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ പോലും അവർ പലതരം യുദ്ധങ്ങൾ, സാംസ്കാരിക യുദ്ധം, സാമ്പത്തിക യുദ്ധം, പിന്നെ ട്രേഡ് വാർ, അല്ലെങ്കിൽ വേണ്ടില്ല, ഇതൊക്കെ കാരണം പുതിയ മേഖലയിലേക്ക് യുദ്ധങ്ങൾ മാറി. അതായത് പണ്ടുണ്ടായിരുന്ന രാജ്യങ്ങൾ തമ്മിലുണ്ടായിരുന്ന യുദ്ധങ്ങളുടെ ആവർത്തി വളരെയധികം കുറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. എന്തായാലും അപ്പോൾ ഇനി എന്താണ് ചെയ്യാൻ പറ്റുക? അവിടെയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ആകെ ഇങ്ങനെയൊക്കെ ഇതൊക്കെ ചെയ്തിട്ട് അന്നത്തോടു കൂടി തന്നെ ഈ ആറ്റമിക ശക്തി വ്യാപിക്കാതിരിക്കാൻ വേണ്ടി പരമാവധി അമേരിക്കയും റഷ്യയും പരമാവധി വേണ്ട ട്രീറ്റുകളൊക്കെ ഉണ്ടാക്കി. പക്ഷേ എന്നിട്ട് പോലും ഇന്നിപ്പോൾ 10 രാജ്യങ്ങളോളം ഈ ആറ്റമിക ശക്തികളായി മാറി. ഇതിങ്ങനെ പോവുകയാണെങ്കിൽ ഇവിടെ നിൽക്കില്ല. അത് ബുദ്ധിയുള്ള മനുഷ്യർ കുട്ടികളെ ചെറുപ്പം മുതൽ ശാസ്ത്രീയമായി അവർക്ക് കണ്ടുപിടിക്കാനുള്ള ആ പരിശീലനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കണ്ടുപിടിച്ചിക്കോളും. കൂടിപ്പോയ 1 or 2 തലമുറ കൊണ്ട് അവരത് കണ്ടെത്തും. അപ്പോൾ അങ്ങനെ കണ്ടെത്തുകയാണെങ്കിൽ ഈ കേരളത്തിൽ, ഈ ഇന്ത്യയിലെ ഈ ഭൂമിയിൽ ആകെ 195 രാജ്യങ്ങളേറ്റുള്ളത്. അതിലൊരു 100 രാജ്യങ്ങളും ആറ്റമിക ശക്തികളായി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ലാതെ. അങ്ങനെ രക്ഷയില്ലാതെ ആകുമ്പോൾ ഈ നമ്മളെ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കണല്ലോ. അല്ലെങ്കിൽ അത് പണ്ടൊക്കെ യുദ്ധം ചെയ്ത് പറഞ്ഞു തീർക്കും. അത് നടക്കില്ല. കാരണം ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ആറ്റമിക ശക്തി ഉണ്ടാവും. ആറ്റമിക ശക്തി ശരിക്കും അവരുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ പിന്നെ മറ്റേ യുദ്ധം ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ? യുദ്ധം ചെയ്ത് രണ്ടുപേരും ആറ്റമിക ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ജയിക്കാൻ ആരും ഉണ്ടാവില്ല. കാരണം 2 ന്യൂക്ലിയർ ശക്തികൾ തമ്മിലുള്ള യുദ്ധത്തിൻ്റെ അവസാനം അന്ന് വരെ ചരിത്രത്തിലില്ലാത്ത ഒരു പരിസമാപ്തിയിലെത്തുന്നാണ് പറയുന്നത്. അതായത് അതിൽ ജയിക്കാൻ ആരും ഉണ്ടാവില്ല. മാത്രമല്ല 2 പേരും തോൽക്കേണ്ടി വരും. ഈ ഒരവസ്ഥ നമ്മുടെ 20ാം നൂറ്റാണ്ടിൽ യുദ്ധം, പ്രത്യേകിച്ച് ഈ 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം
യുദ്ധങ്ങൾ കുറക്കാനുള്ള, പ്രത്യേകിച്ച് ഭൗതിക യുദ്ധങ്ങൾ അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് യുദ്ധങ്ങൾ കുറക്കാനുള്ള ഏറ്റവും പ്രധാന കാരണമായി ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ ഇനി എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മുടെ തത്വചിന്ത തന്നെ യഥാർത്ഥത്തിൽ സാമാന്യ ആപേക്ഷികത സിദ്ധാന്തത്തിൻ്റെ ഒരു പ്രയോഗം ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും ശാസ്ത്രീയമായിട്ട്, കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ ശാസ്ത്രീയമായ വിശകലനവും ശാസ്ത്രീയമായ ഉപകരണങ്ങളും ആദ്യമായി സ്വീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മാറ്റങ്ങൾ നടക്കുന്നത് ആന്തരികമായിട്ടാണ് എന്ന ബോധ്യം ഉണ്ടാവുന്നതോടുകൂടി ശബരിമല ഇഷ്യൂ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് അതോടുകൂടി നമ്മളെ ഈ ഒരു സമൂഹത്തിൻ്റെ വളർച്ച, വികാസം എന്നത് ശരിക്കു പറഞ്ഞാൽ ഒരു ജീവൻ്റെ വികാസം പോലെ. ഉദാഹരണമായിട്ട് ഒരു പൂവ് വികസിക്കുന്നു. ആ വികാസം എന്നത് ഒരിക്കലും ബാഹ്യമായ ബാഹ്യ സമ്മർദ്ദങ്ങളെ കൊണ്ടല്ല, ആന്തരികമായ ചോദനയിൽ നിന്ന് വരണം. ഇത് നമ്മുടെ സാമൂഹ്യ മാറ്റത്തിനും അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ കമ്മ്യൂണിസ്റ്റുകാരൻ സമൂഹത്തിൽ നിന്ന് ഉള്ളിൽ നിന്ന് തന്നെ അതിനാന്തരികമായിട്ടുണ്ടാവുന്നത് അതിൻ്റെ പാർട്ടാണ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നിലവിലുള്ള എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പൈതൃക സ്വത്താണ്. അതിൽ പൂർണ്ണമായിട്ട് നമ്മൾ എടുക്കുന്നില്ല എന്ന് മാത്രം. എന്താണ് കാര്യം? കാരണം അപകടമുള്ള പലതുണ്ട്. ഉദാഹരണം സതി, അല്ലെങ്കിൽ 2 വഴി നടക്കാൻ പാടില്ലാത്ത ജാതിയം. ഈ നിയമങ്ങളൊക്കെ നമ്മളെ എന്തായാലും എതിർക്കണം. അത് എതിർത്ത് തോൽപ്പിക്കാനാണ്. നേരെ മറിച്ച് അങ്ങനെ തകരാറില്ലാത്ത, അതായത് ഉടൻ അതുകൊണ്ട് ഒരു പ്രത്യേകിച്ച് മെച്ചമില്ല എന്ന് തന്നെ വെച്ചു. ഉദാഹരണമായിട്ട് ശബരിമലയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നാം മനസ്സിലാക്കേണ്ടത് ലക്ഷ്യം സോഷ്യലിസം ആണ്, അല്ലെങ്കിൽ സാമ്പത്തിക സമത്വം ആണ്. അതാണ് നമ്മുടെ സമൂഹത്തിലുള്ള ലക്ഷ്യം. അതിന് എതിരായിട്ടുള്ളതല്ലാത്ത, അതിന് ഉടൻ എതിരല്ലാത്ത എല്ലാ റിച്വൽസും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മൾക്കുള്ളതാണ്. അത് ഉദാഹരണമായിട്ട് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് ശബരിമല തന്നെ എടുക്കാം. ശബരിമലയിൽ മുഴുവൻ സ്ത്രീകളും അവിടെ എത്തിയെന്നുള്ളതുകൊണ്ട് ഒരു തരി പോലും നമ്മുടെ ആത്യന്തിക ലക്ഷ്യമായ സോഷ്യലിസത്തിന് ഒരു ഉപകാരപ്രദമായിക്കൊള്ളുന്നില്ല. സോഷ്യലിസത്തിന് ഒരു തരി പോലും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ആചാരങ്ങളൊക്കെ അങ്ങനെ തന്നെ നിർത്തുക. അത് മാത്രമല്ല, അതിന് എതിരായിട്ടാരെങ്കിലും ചെയ്യണമെങ്കിൽ അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. നമ്മളൊരിക്കലും മുൻകൈ എടുക്കാൻ പാടില്ല. കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം അതിനെ സാമൂഹ്യമായി സമൂഹത്തിനകത്ത് നിന്ന് ആരെങ്കിലും എതിർക്കുകയാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാം എന്നല്ലാതെ നാം ഒരിക്കലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സായിട്ട് സമൂഹത്തിലെ ഇതുവരെ പരമ്പരാഗതമായി ഉണ്ടായിരുന്ന ആചാരണങ്ങളൊന്നും തന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് ഇല്ലാതാക്കാൻ പാടില്ല. അതിലെ തിന്മകളൊക്കെ ഒഴിവാക്കണം എന്നുള്ളതാവാം, നന്മകളൊക്കെ നമുക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സമൂഹത്തിലും നിലവിലുള്ള എല്ലാ ആചാരങ്ങളും ഉത്സവങ്ങളും
അനുഷ്ഠാനങ്ങളും എല്ലാം നമുക്കുള്ളതാണ്. എപ്പോൾ അതുകൊണ്ട് സമൂഹത്തിൽ ആർക്കും ഒരു ഉപദ്രവം ഇല്ലെങ്കിൽ, കാരണം ഇതൊക്കെ പരമ്പരാഗതമായി സഹസ്രാബ്ദങ്ങൾ അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ ദശാബ്ദങ്ങൾ നിലനിന്നതാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിന് വലിയ അപകടമില്ലാൻ തോന്നുന്ന എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സ്വായത്തമാക്കാൻ പൈതൃകമായി പൂർണ്ണമായും നമ്മുടേതാണെന്ന് അവകാശപ്പെടാൻ കമ്മ്യൂണിസ്റ്റുകാരന് കഴിയണം. അതാണ് ഏറ്റവും ശാസ്ത്രീയമായ ഈ സാമാന്യ ആപേക്ഷികത വീക്ഷണം എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സമൂഹത്തിലെ ഈ സാംസ്കാരിക തനിമ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരനും അവകാശപ്പെട്ടതാണ്. നേരെ മറിച്ച് അതില്ലാതെ, ഈ ആന്തരിക ചോദനയിലല്ലാതെ നമ്മളവരെ ബാഹ്യമായ സമ്മർദ്ദം മൂലം അവരുടെ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ദൈവവിശ്വാസം മറ്റുള്ളതൊക്കെ മാറ്റുകയാണെങ്കിൽ അത് അപകടമായിരിക്കും. അത് പിന്നീട് അങ്ങനെ ഭൗതികമായി താൽക്കാലികമായി മാറ്റുകയാണെങ്കിലും അത് നമുക്കറിയാലോ, ഒരാളുടെ വിശ്വാസം അയാൾ പങ്കുവെക്കുകയും അത് കൂട്ടായിട്ടുള്ളൊരു പങ്കുവെച്ച് കഴിഞ്ഞാൽ അതൊരു ഭൗതിക ശക്തിയോ എന്ന ഏംഗൽസിൻ്റെ പ്രവചനം അല്ലെങ്കിൽ ഏംഗൽസിൻ്റെ നിരീക്ഷണം. അപ്പോൾ അത് എത്രയോ ഉദാഹരണങ്ങൾ നമുക്കുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പോൾ അതാതുർക്കിൻ്റെ കാലത്ത് ഈ ഇസ്ലാമിനെ നിരോധിച്ചു, പക്ഷേ നടന്നില്ലല്ലോ. കാരണം അതിൽ വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നേരെ മറിച്ച് അവരാരെങ്കിലും സോഷ്യലിസത്തിനെതിരല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെയും കൂടിയും കൂടിയിട്ടുള്ള സോഷ്യലിസം, അല്ലെങ്കിൽ സോഷ്യലിസമാണ് നമ്മുടെ ലക്ഷ്യം, അല്ലെങ്കിൽ സ്വാതന്ത്ര്യമാണ് നമ്മുടെ ലക്ഷ്യം. അതല്ലാതെ ഈ ദൈവത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ഇത് പിന്നെ അഫ്ഗാനിസ്ഥാനിൽ നടന്നത്, കാരണം അതിനൊക്കെ എത്രയും നന്നായിട്ട് ഉപയോഗിക്കാനും അതൊക്കെ ചൂഷണം ചെയ്യാനും അമേരിക്കയും CIA ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കുക. അതായത് ഈ അന്ധവിശ്വാസത്തെ, ഈ ദൈവവിശ്വാസത്തെ നമ്മൾ കമ്മ്യൂണിസ്റ്റുകാർ ദൈവമില്ലാത്തവരാണ്, അതുകൊണ്ട് അവർക്ക് അവരുടെയൊക്കെ ധാർമ്മിക അടിത്തറ എന്നത് ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവവിശ്വാസം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ധാർമ്മികത ഒന്നുമില്ല എന്ന് പ്രൊപ്പഗൻഡ നടത്തി അതുവഴി നമുക്ക് കമ്മ്യൂണിസത്തിനെതിരാക്കിയ ഒരു ചരിത്രം നിങ്ങൾക്ക് അഫ്ഗാനിസ്ഥാനിലും ഈ സോവിയറ്റ് യൂണിയനിലെ പണ്ടുണ്ടായിരുന്ന രാജ്യങ്ങളുടെ ഇന്നത്തെ അവസ്ഥ നിങ്ങൾ നോക്കുക. ആരൊക്കെ ബാഹ്യമായി ഇവർക്ക് മനസ്സിലാവാത്ത രീതിയിൽ ഈ ദൈവവിശ്വാസത്തെ അടിച്ചമർത്തിയോ അവിടേക്ക് രണ്ടാമത് തിരിച്ചു വരും. കാരണം നമ്മൾ ഒരാശയം, ഒരു ഗ്രൂപ്പ് ഒന്നായിട്ട് ആശയം കുറേ ആൾക്കാരൊന്നായിട്ട് അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ അതൊരു ഭൗതിക ശക്തിയോ, അതിനെ നമുക്ക് തടയാൻ കഴിയും. അതിനെ ഭൗതികമായിട്ട് തന്നെ തടയാൻ അതിൻ്റെ ഉള്ളിൽ തന്നെ കഴിയുള്ളൂ, ആ ആശയത്തിൽ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി ആ രീതിയിൽ നമ്മൾ പെരുമാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇങ്ങനെ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. നമ്മളെ ഈ കേരള അടുത്ത ഒരു കൊല്ലം കൊണ്ടെങ്കിലും നമ്മൾ ശബരിമല ഇഷ്യൂവിന് അഫിഡവിറ്റ് എന്തായാലും കൊടുക്കും. അത് ഏകദേശം ഇങ്ങനെ തന്നെ കൊടുക്കുക. പക്ഷേ അതിന് താത്വികമായ അടിത്തറ, ശക്തമായ ശാസ്ത്രീയ അടിത്തറ ഉണ്ട് എന്ന് നമ്മുടെ എല്ലാ സഖാക്കൾക്കും
ബോധ്യമാവുന്ന രീതിയിൽ ഒരു വിപുലമായ പ്രൊപ്പഗൻഡ നടത്തുകയും ബ്രാഞ്ച് തലത്തിലും ഏരിയ തലത്തിലും ജില്ലാ തലത്തിലും സ്റ്റേറ്റ് തലത്തിലും കേന്ദ്ര കമ്മിറ്റീസ് തലത്തിലും ഒക്കെ തന്നെ കൃത്യമായ ഒരു ധാരണയും സംവാദയും നടത്തി ആ രീതിയിൽ അതാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ യഥാർത്ഥ ദർശനം, ശാസ്ത്രീയ ദർശനം, 21-ാം നൂറ്റാണ്ടിലെ 20-ാം നൂറ്റാണ്ടിലെയും ദർശനം. അങ്ങനെ ഞങ്ങൾ മാറിയിരിക്കുന്നു എന്ന് പറയുകയും, അതായത് ദൈവം ഇല്ലാത്ത ദൈവനിഷേധികളുടെ ഒരു പ്രത്യയശാസ്ത്രമല്ല കമ്മ്യൂണിസം എന്നും അത് സമൂഹത്തിൻ്റെ നിസ്വരായ ജനങ്ങളുടെ സമത്വത്തിനു വേണ്ടിയുള്ള ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണെന്നും എന്ന് എല്ലാ കമ്മ്യൂണിസ്റ്റ് കാരനും സഖാക്കൾക്കും ബോധ്യമാവുന്ന രീതിയിൽ നാം ഒരു വിപുലമായ ഡിബേറ്റ് എല്ലാ തലത്തിലും സമൂഹ തലത്തിൽ തന്നെ നടത്തുകയാണെങ്കിൽ യാതൊരു സംശയമില്ല ഈ എത്രയോ കാലമായിട്ട് നമ്മളെ എതിരാളികൾ, പ്രത്യേകിച്ച് അമേരിക്കയും മുതലാളിത്തവും CIA നടത്തുന്ന ദൈവമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരൻ, ഇപ്പോൾ നിങ്ങൾ നോക്കുക, മാർക്ക് റൂബിയോ പറഞ്ഞത് ഗോഡ്ലെസ് കമ്മ്യൂണിസ്റ്റ് എന്നാണ്. ആ ഒരു ഇത് പൂർണ്ണമായിട്ടും എതിരാവും, അത് അവരുടെ ആയുധം പൂർണ്ണമായിട്ടും നിഷ്പ്രഭമാവും, നിഷ്ഫലമാവും എന്നുള്ളത് നമ്മൾക്ക് അത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൻ്റെയും മുന്നോട്ടുള്ള പ്രയാണത്തിന് കേരളത്തിന് മാത്രമല്ല, ഇന്ത്യക്ക് മാത്രമല്ല, ലോക ജനതക്കാകെ ഉപകാരപ്രദമായിരിക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.